الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അങ്ങനെയുള്ള പ്രവർത്തനം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. നമസ്കാരത്തിന് മുമ്പ് നാം ചെയ്യുന്ന വളരെ സുപ്രധാനമായൊരു കർമ്മമാണ് വുളു എന്നുള്ളത്. അംഗശുദ്ധി വരുത്തുക. നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴുകുകയും വായ കൊപ്പിളിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ശുചിത്വം, പവിത്രത തുടങ്ങി അത്രയ്ക്കും വിശാലമായ തഹാറത്ത് എന്ന ആ രൂപമാണ് നമ്മൾ കൈക്കൊള്ളുന്നത്. അതിൻ്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് വുളു എന്ന് പറയുന്നത്. ശുചിത്വം എന്നുള്ളത്, ത്വഹാറത്ത് എന്നുള്ളത് വിശ്വാസത്തിൻ്റെ പകുതിയാണ്. അത്വഹാറത്തു ഷത്രുൽ ഈമാൻ, അല്ലെങ്കിൽ അത്തഹൂർ ഷത്രുൽ ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ മദ്രസ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്കൂൾ സംവിധാനത്തിലൂടെയൊക്കെ പഠിച്ചവർ, അല്ലെങ്കിൽ പള്ളികളിൽ പോയി പള്ളി ദർസിലൊക്കെ പഠിച്ചവർ, അതുമല്ലെങ്കിൽ മുതിർന്ന പണ്ഡിതന്മാരിൽ നിന്നുമൊക്കെ നിരന്തരം ഉപദേശങ്ങൾ കേട്ട പലരും നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ ശുചിത്വമുള്ളവരായിരിക്കണം, അത് ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വുളുവിൻ്റെ ഷർത്ത്, ഫർള്, അതിൻ്റെ വാജിബ്, അത് നിർബന്ധമായ സംഗതിയാണ് എന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സ്വയം ശുദ്ധീകരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന കാര്യം പലപ്പോഴും നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. സൂറത്തു നൂറിൽ പള്ളിയിൽ സദാസമയം നിലകൊള്ളുന്ന ആളുകളെക്കുറിച്ച് ഖുർആനിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്. സൂറത്തു നൂറിൽ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ആ പള്ളികളെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് പറയുന്നത്. പള്ളിയിൽ സ്വയം ശുദ്ധിയാകാൻ ഇഷ്ടപ്പെടുന്ന ചില മനുഷ്യരുണ്ട്. അള്ളാഹു ശുദ്ധിയാകുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഈ തരത്തിലുള്ള ശുദ്ധി ശാരീരികവും ആത്മീയവുമായ ശുദ്ധിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കേവലം വുളു ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ കഴുകുമ്പോൾ ലഭിക്കുന്ന ശുദ്ധിയേക്കാൾ അപ്പുറമുള്ള ഒരു മാനസികമായ ശുചിത്വത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പള്ളിയിൽ ശുദ്ധിയുള്ളവരാകാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നത്തെ കാലത്ത് സാധാരണഗതിയിൽ നമ്മൾ ലോകത്തിപ്പോൾ പലതരത്തിലുള്ള ദിവസങ്ങൾ ആചരിക്കാറുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ദിനമാണ് ഹാൻഡ് വാഷിംഗ് ഡേ, കൈ കഴുകാൻ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത്രത്തോളം കൈ കഴുകുന്നതിന്, വായ കൊപ്പിളിക്കുന്നതിനൊക്കെയുള്ള ആ ശുചിത്വത്തിൻ്റെ പ്രാധാന്യം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള അഴുക്കുകൾ നീക്കം ചെയ്യാനും വുളു ധൃതിയിലല്ലാതെ വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വുളു ചെയ്യുമ്പോൾ അതിൻ്റെ ശരിയായ രൂപത്തിൽ അതിൻ്റെ പ്രാർത്ഥനകളും ദുആകളൊക്കെ ചൊല്ലാനും, അതുപോലെ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് വായ ശുദ്ധിയാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ തവണ നമസ്കരിക്കുമ്പോഴും മിസ്വാക്ക് ഉപയോഗിച്ച് വായ ശുദ്ധീകരിക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാവർക്കും നിർബന്ധമാക്കിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് ലൗലാ അൻ അശുഖ അല ഉമ്മത്തി ല അമർത്തുഹും ബിസ്സിവാക്കി ഖബ്ല കുല്ലി സലാത്ത് എന്നാണ്. അതായത് എൻ്റെ സമുദായത്തിന് പ്രയാസമുണ്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ എല്ലാ നമസ്കാരത്തിനു മുമ്പും ശുദ്ധി ആക്കാൻ, അതായത് പല്ല് തേക്കാനായിട്ട് എൻ്റെ സമുദായത്തോട് കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നിർബന്ധമാക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ അള്ളാഹുവിനെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, വുളു എടുക്കുന്നതും പല്ല് തേക്കുന്നതുമൊക്കെ. കൃത്യസമയത്തുള്ള നമസ്കാരം നമ്മുടെ സമയക്രമത്തിൽ അള്ളാഹുവിന് മുൻഗണന നൽകുന്നതിനെ കാണിക്കുന്നു. അതുപോലെ നാം നമസ്കരിക്കുന്ന രീതി നമ്മുടെ ചിന്തകൾ മറ്റ് പല കോണുകളിലേക്കും വഴുതി പോകുന്നതിന് മുകളിൽ അള്ളാഹുവിന് മുൻഗണന നൽകുന്നതിനെ കാണിക്കുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചകൾക്കായി നമ്മൾ എത്രത്തോളം ശുദ്ധിയാകുന്നുവോ അത്രത്തോളം അള്ളാഹുവിനോടുള്ള നമ്മുടെ താല്പര്യം വ്യക്തമാകുമെന്ന് പണ്ഡിതന്മാർ പരാമർശിച്ചിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇദാ അറാദ ശഖ്സു അൻ യൽഖാ മഹ്ബൂബഹു അഗ്നാ ബിനഫ്സിഹി ഫതതഹറ
വതതയ്യബ വലബിസ അഹ്സന സിയാബി. അതായത് ഒരു മനുഷ്യൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാൻ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കാനും കുളിക്കാനും സുഗന്ധം പൂശാനും മുടിയും താടിയുമൊക്കെ ചീകി ഭംഗിയാക്കാനും ശ്രദ്ധിക്കാറുണ്ട്. വസറഹ ഷഅറഹു ലിയകൂന ഫി അജ്മലി ഹൈഅത്തിൻ, കാരണം ഏറ്റവും നല്ല രൂപത്തിൽ ആകാൻ വേണ്ടിയിട്ട്, നല്ല ഒരു ഭംഗിയായ ഒരു രൂപത്തിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഫകൈഫ ബിമൻ യഖൂമു ബൈന യദയില്ലാഹി അസ്സ വജൽ. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അയാൾ എത്രമാത്രം ശുദ്ധിയാകണം, എത്രമാത്രം സ്വന്തത്തെ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിൽക്കണം. വഹുവൽ വദൂദുല്ലദി യുഹിബ്ബുൽ മുതതഹിരീൻ, അവനാകട്ടെ വുദൂ എടുക്കുന്ന ആളുകൾ, ശുദ്ധിയുള്ള ആളുകളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, വദൂദായ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അള്ളാഹു ആയിരിക്കെ അവൻ്റെ മുമ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ എത്രയും മനോഹരമായി പോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇമാം ഗസാലി ഇവിടെ അടിവരയിട്ട് പറയുന്നത്. ഖുദൂ സീനതക്കും ഇന്ദ യാ ബനി ആദമ ഖുദൂ സീനതക്കും ഇന്ദ കുല്ലി മസ്ജിദ്. അള്ളാഹു ഖുർആനിൽ നമ്മളോട് പറയുന്നുണ്ട്, ആദം സന്തതികളെ നിങ്ങൾ എല്ലാ നമസ്കാര സന്ദർഭത്തിലും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിയാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വുദൂ എടുക്കുന്നതിലുള്ള ശ്രദ്ധയും താല്പര്യവും മാത്രമല്ല, മറിച്ച് നമ്മുടെ വസ്ത്രം, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ഒക്കെ പൂർണ്ണമായും ശുചീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണാനുള്ള നമ്മുടെ ആകാംക്ഷയെയും താല്പര്യത്തെയും പ്രതിഫലിപ്പിക്കണം എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റൊരു സംഗതി, നമസ്കാരത്തിന് മുമ്പായി അരോചകമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളിയോ ഉള്ളിയോ കഴിച്ച ഉടനെ പള്ളിയിലേക്ക് വരരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം അത് മലക്കുകൾക്കും നമ്മുടെ അരികിൽ നിൽക്കുന്ന മറ്റു മനുഷ്യർക്കും അതിൽ നിന്നുള്ള ദുർഗന്ധം പ്രയാസമുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ചുറ്റുമുള്ളവരോടും മലക്കുകളോടും നമ്മൾ കാണിക്കുന്ന ഇക്രാം, മാന്യതയാണ്. ഇക്രാം, അവരെ നമ്മൾ അക്രം ചെയ്യുന്നു, നമ്മൾ അവരെ ആദരിക്കുന്നു, അതിൻ്റെ തെളിവാണ്. അതിലുപരി അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നതിലുള്ള നമ്മുടെ ഒരു ആവേശം, അതിൻ്റെ ഒരു അടയാളം കൂടിയാണത്. വുദൂ ചെയ്യുമ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ഉപയോഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വുദൂ ചെയ്യുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സഅദെ കുറച്ച് വെള്ളം ഉപയോഗിക്കും, ലാ തുസ്രിഫ് എന്ന് പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു തിരിച്ചു പറയുന്നുണ്ട്, അഫിൽ വുദൂഇ ഇസ്രാഫ് യാ റസൂലല്ലാഹ്, വുദൂഇലും ഇസ്രാഫ് ഉണ്ടോ എന്ന് റസൂലിനോട് സഅദ് റളിയല്ലാഹു ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുക്കുന്നത്, അതെ, വലൗ കുന്ത അലാ നഹ്റിൻ ജാർ, ഒഴുകുന്ന ഒരു നദിയിൽ നിന്ന് വുദൂ എടുത്താലും തനിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമേ എടുക്കാവൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വുദൂ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ അവയവങ്ങളും, പ്രത്യേകിച്ച് വിരലുകൾക്കിടയിലും മറ്റുമൊക്കെ വെള്ളം കൃത്യമായി എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെ നിസ്സാരമായി തോന്നാമെങ്കിലും വലിയൊരു കാര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ആ നിൽക്കുന്നതിനോടുള്ള നമ്മുടെ ശ്രദ്ധ, അതിനുള്ള നമ്മുടെ പരിഗണന, ആരാധനയ്ക്ക് മുമ്പുള്ള നമ്മുടെ കൃത്യത, ഇത്ഖാൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഇത്ഖാൻ, അതുകൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ആത്മീയമായും ശാരീരികമായും ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.